ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കെമിക്കൽ. എനിക്ക് വന്ന ഡൗട്ട്സ് ആണ്. അപ്പോൾ ഗൈസ്, ഞാൻ അപ്പോൾ 4th ഇയർ ആണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലോട് തന്നെ ചോദിക്കാം, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇവിടെ എടുക്കുന്നത് വെർത്താണോ എന്ന്. ഓക്കെ, കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അപ്കമിങ് ആയിട്ട് വരുന്ന ഫ്യൂച്ചറിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. പലർക്കും അറിയില്ല അതിൻ്റെ ഒരു ഫീൽഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് പലർക്കും അറിയാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നു. കോളേജ് കൊള്ളാം, ഇടയ്ക്കിടയ്ക്ക് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും വരായിരിക്കും. ദ്യുതി ടെക് ഫെസ്റ്റുകൾ വരും, ഉറക്കെ വരും, ഫ്രഷേഴ്സിൻ്റെ പരിപാടി ഉണ്ടാവും. അപ്പോൾ കുഴപ്പം, നൈസാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് കയറിയതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു, റാഗിങ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് സീനിയേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഞാൻ ഫസ്റ്റ് ഇപ്പോൾ സീനിയേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഓണപരിപാടിയാണ് ഫസ്റ്റ് ഇവിടെ വന്നത്. അതിന് രാത്രി ഇവിടെ ഡെക്കറേറ്റീവിനെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ സീനിയേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അന്നാണ് വന്നപ്പോൾ ഭയങ്കര വന്നോ ചെയ്തോ, പ്രത്യേകിച്ച് നന്ദന ചേച്ചി ഞാൻ അന്ന് പരിചയപ്പെട്ടതാണ്. പുള്ളിക്കാട്ടി വന്നിട്ട് ഇത് ചെയ്തോ ഒന്നും വെറുതെ ഇരിക്കണ്ട, നമുക്ക് എല്ലാവർക്കും പണിയുണ്ട്, നമ്മൾ പരിപാടിയാണ് ഉഷാറാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്താ പറയുക, ഒരു ഫസ്റ്റ് ടൈം വന്ന പോലെ ഒന്നുമില്ല. ഒരു ഫാമിലിയിലേക്ക് ഓപ്പൺലി വെൽക്കമിങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഈ കെമിക്കൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടാന്ന് വിചാരിക്കൂലേ? ഇല്ല, കെമിസ്ട്രി അല്ല. ഇപ്പം ഞാൻ വരുന്ന സമയത്തും ഞാൻ നോക്കിയപ്പോഴും അങ്ങനത്തെ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു, കെമിസ്ട്രി ആണോ. പക്ഷേ കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി അല്ല. നമ്മുടെ കോളേജ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഏറ്റവും പുറത്ത് തന്നെയാണെന്ന് വേണം പറയാം. പിന്നെ NIT ഉണ്ട്, അത് കിട്ടുന്നവർ അവിടെ പോവുക, അല്ലാത്തവർ ഇങ്ങോട്ട് വരിക, അത്ര പറയണം. പ്ലേസ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും? പ്ലേസ്മെന്റ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ കെമിക്കൽ പറയുകയാണെങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് പ്ലേസ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ 70 പേരിൽ 40 പേര് എന്തോ പ്ലേസ്ഡ് ആയി. അപ്പോൾ പാക്കേജ് നോക്കാണ്ട് ഇപ്പോൾ പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആണ്. നമ്മളൊരു കെമിക്കൽ എഞ്ചിനീയർ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഇൻഡസ്ട്രിയിൽ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഇപ്പോൾ ഒരു കെമിസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുതിയ പ്രോഡക്ട്സ് ലാബിൽ വളരെ സ്മോൾ സ്കെയിലായിട്ട് പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്. കെമിക്കൽ എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാർജ് സ്കെയിൽ സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഉള്ള എൻവയോൺമെൻറ്റൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുകയാണ്. ലൈക്ക് ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കെമിക്കൽ എഞ്ചിനീയർ വേണം അത് കംപ്ലീറ്റ്ലി ചെയ്യാൻ. അതാണ് കെമിസ്റ്റും ഒരു കെമിക്കൽ എഞ്ചിനീയറും തമ്മിലുള്ള വ്യത്യാസം. അതാണ് കെമിസ്റ്റ് ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ ഇപ്പോൾ ഒരു 100 ടൺ അല്ലെങ്കിൽ ഒരു 10,000 ടൺസോളം നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലാബിൽ വേണ്ട കണ്ടീഷൻസ് അല്ല വേണ്ടത്. അതിന് ലോട്ട്സ് ഓഫ് വേറെ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡിസൈൻ ചെയ്യുന്നതാണ് ഒരു കെമിക്കൽ എഞ്ചിനീയർ ചെയ്യുന്നത്. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. 2 ദിവസം ബിരിയാണി ഉണ്ട്, പിന്നെ പൊറോട്ട, ചിക്കൻ, ചപ്പാത്തി, മുട്ടക്കറി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ മസാല ദോശ, പുട്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. നീ ലേറ്റിൽ വന്നാലേ, ഇപ്പോൾ ഡിപ്ലോമ പഠിച്ചിട്ട് ഇങ്ങനെ കുറേ പേര് വരണം എന്നുണ്ടായിരിക്കും. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ഡിപ്ലോമ വെച്ചിട്ട് വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പഠിക്കാനൊക്കെ ഇഷ്ടമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. ഇഷ്ടം ഉണ്ടായിട്ട് എടുത്താൽ മതി. ജോലി കിട്ടാൻ വേണ്ടി ഇപ്പം ഡിപ്ലോമ വെച്ചിട്ടും ബിടെക് വെച്ചിട്ടും 2 ടൈപ്പ് ജോലി ആയിരിക്കും. ഇപ്പോൾ ഡിപ്ലോമ പഠിച്ചിട്ട് ജോലിക്ക് പോകണോ അതേ നല്ലത്, ഡിപ്ലോമ പഠിച്ചിട്ട് വീണ്ടും ബിടെക് പഠിച്ചിട്ട് ജോലിക്ക് പോകണോ നല്ലത്, ഏതാ നല്ലത്? അത് ഇപ്പം ഡിപ്ലോമ വെച്ചിട്ടുള്ള ജോലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിപ്ലോമ വെച്ചിട്ടുള്ള ജോലി ചെയ്യാം. ഇപ്പം ഈ പറഞ്ഞ റിഫൈനറിയിലൊക്കെ ആണെങ്കിൽ ഡിപ്ലോമ വെച്ചിട്ട് കുറച്ചുകൂടി ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. നമുക്ക് ഒരു ബിടെക് ആകുമ്പോൾ കൺട്രോൾ റൂമിൽ DCSൻ്റെ ഒക്കെ ഫ്രണ്ടിലിരുന്ന് കൺട്രോൾ റൂമിലായിരിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ ഫീൽഡിൽ ഇറങ്ങാൻ താല്പര്യമില്ല, എനിക്ക് ഫീൽഡ് എക്സ്പോഷർ ഒത്തിരി വേണ്ട, എനിക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമുക്ക് കൺട്രോൾ റൂമിലിരുന്നാൽ മതി എന്നുള്ള രീതിയാണെങ്കിൽ ബിടെക് മതി. ഇപ്പോൾ അല്ല നമുക്ക് ഇപ്പോൾ പക്ഷേ ബിടെക്കിന് ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടെ കുറയും. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഒരു കമ്പനിയെ റിക്രൂട്ട് ചെയ്യുമ്പം ഡിപ്ലോമ വെച്ചിട്ട് വർക്ക്മാനായിട്ടും കൂടുതൽ ആൾക്കാരെ വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ബിടെക് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചും കൂടെ ജോബ് വേക്കൻസികൾ ബിടെക് വെച്ചിട്ട് കുറയും. പക്ഷേ സാലറി എപ്പോഴും ബിടെക് പഠിച്ചവർക്ക് കുറച്ച് കൂടുതൽ കിട്ടും. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ബിടെക് പഠിക്കണമെന്ന് തീരുമാനിച്ചത്. എനിക്ക് ഒത്തിരി ഫീൽഡ് വർക്ക് താല്പര്യമില്ലായിരുന്നു, അങ്ങനെ ഓർത്തിട്ടാണ്. പിന്നെ ഡിപ്ലോമ വെച്ചിട്ട് ബിടെക് എടുക്കുമ്പം ഈ ലാറ്ററൽ എൻട്രി LET എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ വരുന്നത് കീമൊക്കെ വെച്ചിട്ട് നോക്കുമ്പം കുറച്ചും കൂടി ഈസിയാണ്, കോമ്പറ്റീഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കോളേജുകൾ, ഇപ്പോൾ GC പോലത്തെ കോളേജുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാനും കുറച്ചും കൂടി ഈസി ആയിട്ട് പറ്റും. ഞാൻ ആക്ച്വലി കെമിക്കൽ ചൂസ് ചെയ്യാനുള്ള കാരണം എനിക്കൊരു പുതുമ തോന്നി, ഒരു വെറൈറ്റി തോന്നി, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു.
അല്ലാതെ ഇങ്ങനെ ഒന്നും കിട്ടാതെ ഇവിടെ വന്ന് പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഐ മീൻ റിപ്പീറ്റ് ചെയ്ത് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് കെമിക്കൽ എടുത്ത് പഠിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ കെമിക്കൽ പ്രോസസ്സ് അതുപോലെ അതിൻ്റെ ഇൻഡസ്ട്രീസിലുള്ള ആ ഒരു എക്യുപ്മെൻറ്റ്സും അതൊക്കെ കണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കെമിക്കൽ എഞ്ചിനീയറിംഗ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ സ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിലും അബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ക്യാമ്പസ് കോളേജ് അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുകയാണെങ്കിലും എൻ്റെ സജഷൻ എന്ന് പറയുന്നത് GC തൃശ്ശൂർ തന്നെയാണ്. കെമിക്കൽ ആകെയുള്ള കോഴിക്കോട് TKM പിന്നെ നമ്മുടെ കോളേജ്. അപ്പോൾ ഈ 3 കോളേജസ് നോക്കുമ്പോൾ പ്ലേസ്മെൻറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? 3 കോളേജ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ് ഏറ്റവും കൂടുതൽ കെമിക്കലിൽ നമ്മുടെ കോളേജിൽ തന്നെയാണ്. കോറൊക്കെ തുടങ്ങി. ടീച്ചേഴ്സും എങ്ങനെയാണ്, സബ്ജക്റ്റൊക്കെ ടഫായി തോന്നുന്നുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തന്നെ ഞങ്ങളുടെ സ്കീം പ്രകാരം ഫസ്റ്റ് ഇയർ തന്നെ ഒരു പ്രോഗ്രാം കോർ വരുന്നുണ്ട്. അത് കുറച്ചൊക്കെ ടഫായിട്ടാണ് ഞങ്ങൾ തോന്നിയത്. ഓക്കെ, ഫാക്കൽറ്റീസൊക്കെ ഫാക്കൽറ്റി ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ബട്ട് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു ബാച്ച് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പ്ലേസ്മെൻറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ജൂനിയേഴ്സ് എന്ന് പറയുമ്പോൾ 2 ബാച്ച് ഉണ്ട്. അപ്പം നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മേ ബി അവർക്ക് പ്ലേസ്മെൻറ്റ് കുറവ് കിട്ടുന്ന പെർസെൻറ്റേജ് മേ ബി കുറവായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല വരുന്ന കമ്പനീസ്. പിന്നെ നമ്മുടെ കോളേജിൻ്റെ അക്കാദമിക്സും പിന്നെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസും അനുസരിച്ചിരിക്കും നമ്മുടെ കോളേജിലേക്ക് പുറത്തുനിന്ന് ആളുകൾ വരുന്നത്. സോ നമുക്ക് പുറത്തുനിന്ന് ആളുകളെ എന്തുമാത്രം എഫേർട്ട് ഇട്ട് കമ്പനീസിനെ കോളേജിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എഫേർട്ട് ഇട്ട് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മുടെ കോളേജിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കും. അത് പഠിക്കുന്ന സ്റ്റുഡൻസിനെയും ഫാക്കൽറ്റീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കോളേജ് ലൈഫ് നല്ല അടിപൊളി കോളേജാണ്. 7-8 പരിപാടികൾ കുറവാണ്, പക്ഷേ നമ്മുടെ ദ്യുതി ഉടനെ വരുന്നതാണ്. എല്ലാവരും വെയിറ്റ് ആൻഡ് വാച്ച്. കോളേജ് ലൈഫ് വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പം 4th ഇയർ ഒക്കെ ആയപ്പോൾ കുറച്ച് കുറവുണ്ട്. പ്ലേസ്മെൻറ്റിനെ കുറിച്ചൊക്കെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കെമിക്കലിൽ ഒരു ഭേദപ്പെട്ട പ്ലേസ്മെൻ്റ് ഉണ്ട്.